സുനാമിയിൽ വീട് തകർന്ന് 19 കൊല്ലം കഴിഞ്ഞിട്ടും സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി ഒരു മത്സ്യത്തൊഴിലാളി കുടുംബം രംഗത്ത്. ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മലപ്പുറം പൊന്നാനിയിലെ ജമാലുദ്ദീൻ കയറിയിറങ്ങാത്ത ഓഫീസുകൾ ഇനി ബാക്കിയില്ല. ജോലിക്കിടെ വീണ് ജമാലുദ്ദീൻ്റെ തോളലിന് പരിക്കേറ്റതോടെ ഒറ്റമുറി വീട്ടിലെ വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലായി പാവപ്പെട്ട ഈ 6 അംഗ കുടുംബം. പുതുപ്പൊന്നാനിയിൽ ആകെ ഉണ്ടായിരുന്ന 4 സെന്റ് സ്ഥലം ഭൂരിഭാഗവും കടലെടുത്തു. ഇതോടെ താമസം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. സുനാമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് അനുവദിക്കാമെന്ന് മാറി മാറി വന്ന സർക്കാരുകൾ വാഗ്ദാനം നൽകിയതാണ്. ഇത് വിശ്വസിച്ച് നിരവധി തവണ വീടിനായി അപേക്ഷ നൽകിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. ഈ സുനാമി വന്നിട്ട് പോയതാണ്, സ്ഥലവും വീടെല്ലാം പോയതാണ്, നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു വാടക അടക്കാൻ നിവൃത്തിയില്ല, ഒരു വീടെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് അപേക്ഷ കൊടുത്തിരുന്നു, ഒരുപാട് ഈ മുനിസിപ്പാലിറ്റിയിൽ, അതുപോലെ പൊന്നാനി സിവിൽ സ്റ്റേഷനിൽ, അതുപോലെ പൊന്നാനിൽ പല നേതാക്കന്മാരുമായിട്ടും സഖാക്കളുമായിട്ട് പലരുമായിട്ട് സമീപിച്ചിരുന്നു. ഈ സുനാമിക്ക് ശേഷം എന്താ പറയുക, ഒരു സഹായം അന്നത്തെ സർക്കാരിൽ നിന്നും ഇന്നത്തെ സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഒരു സഹായം കിട്ടിയിട്ടില്ല. മൂന്ന് മാസം മുൻപ് വീണ് തോളലിന് പരിക്കേറ്റതോടെ ജോലിക്കും പോകാൻ കഴിയാതെയായി. പ്രളയത്തിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മത്സ്യത്തൊഴിലാളികളെ വാനോളം പുകഴ്ത്തിയവർ ഈ വാടക വീട്ടിലെ ദുരിതം കാണുന്നില്ലെന്നാണ് ജമാലുദ്ദീന്റെ പരാതി. സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരായി കിടക്കുന്ന സമയത്തും ഞങ്ങളെ ഈ വീട് പൊളിഞ്ഞിട്ടും ഞങ്ങൾ ഭയങ്കര ദയനീയമായ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ആ സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടില്ല. ഇപ്പോൾ 10 വർഷമായി പിണറായി സർക്കാർ വലിക്കുന്നത് രാജ്യത്ത്. അപ്പോൾ പല ഓഫീസിലും പലവരെയും കണ്ടിട്ട് പല ലെവലിലും സംസാരിച്ചിട്ട് നമുക്ക് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇനി ആരത്ത് പോയി എന്താ ചെയ്യും? 3 പെൺമക്കളും ഭാര്യയും മാതാവും ഉൾപ്പെടെ 6 പേരാണ് വീട്ടിലുള്ളത്. ആകെ ഉണ്ടായിരുന്ന വരുമാനം നിലച്ചതോടെ ഇവരുടെ ജീവിതവും വഴിമുട്ടി. പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ നൽകിയ സർട്ടിഫിക്കറ്റൊക്കെ ജമാലുദ്ദീന്റെ പേരിലുണ്ട്. പക്ഷേ 3 പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 6 അംഗ കുടുംബം ഈ ഒറ്റമുറി വാടക കെട്ടിടത്തിലാണ് വർഷങ്ങളായി താമസം. അവർക്കൊരു വീട് അനുവദിച്ചു കൊടുക്കാൻ പോലും സർക്കാരിനോ അധികാരികൾക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ക്യാമറാമാൻ അർഷക്കിനൊപ്പം അരുൺ പാറക്കൽ, 24 തിരൂർ.